ഇന്നൊരു ചൂര മീൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാൻ അതിലേക്ക് കുറച്ച് ചൂര മീൻ എടുത്തിട്ടുണ്ട്. ചൂര മീനിലേക്ക് ഞാൻ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചിട്ട് നന്നായി മാഗ്നേറ്റ് ചെയ്ത് വെച്ചതാണ്. വെച്ചിട്ട് കുറച്ച് കറിവേപ്പിലയും കടുകൂട്ട് പൊട്ടിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് ബ്രൗണായിട്ട് വഴന്ന് വന്നിട്ട് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി എല്ലാം കൂടിയും ചേർത്ത് ഇത് കുടംപുളി ഉണ്ടല്ലോ, കുടംപുളി വെള്ളത്തിലിട്ട് വെച്ച് അതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത് മസാല ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഞാൻ ആവശ്യാനുസരണം വെള്ളം ചേർത്തിട്ടുണ്ട്. ഇത് കുടംപുളി വെള്ളത്തിലിട്ടുണ്ടായിരുന്നില്ലേ, ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. കുറച്ച് നമ്മൾ മുളക് ചേർത്തിട്ടുണ്ട്, ഉപ്പും മുളകും ചേർത്തിട്ട് ഇളക്കി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് മീനിൽ. അതിനനുസരിച്ചിട്ട് വേണേൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. തിളക്കിയിട്ട് ഇതിവിടെ നന്നായി തിളച്ചിട്ടുണ്ട്. ഇതിൻ്റെ പൊടികളുടെയൊക്കെ ഒരു പച്ചമണം നന്നായിട്ട് പോകണേ, അതുവരെ ഒന്ന് തിളപ്പിക്കണം. എന്നിട്ട് അതിന് ശേഷം മീനിട്ട് കൊടുക്കാം. പൊടികളുടെയൊക്കെ പച്ചമണം പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. അപ്പം മീനൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മീനതിൽ കടന്ന് വേകട്ടെ. ഒന്ന് വേവട്ടെ. ഇനി മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എണ്ണയൊക്കെ തെളിഞ്ഞ് മേലെ വന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മേലെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കും. അടിപൊളി ചൂര മീൻ കറി. നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം. നിങ്ങളും കൂടി ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണം. അപ്പോൾ അടുത്ത റെസിപ്പി ആയിട്ട് കാണുന്നവരേക്കും താങ്ക് യു.